അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു നിനക്കുള്ളതായ മുഴുവൻ പേരുകളും മുൻനിർത്തിക്കൊണ്ട്. ഇവിടെ ദുആ ചെയ്യുന്നത് അള്ളാന്റെ പേരുകൾ പറഞ്ഞിട്ടാണ്. ഏത് പേരുകൾ? മുഴുവൻ പേരുകളും. മുഴുവൻ പേരുകൾ എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ പേരുകളും ഇയാൾക്കറിയോ? ഇല്ല, മുജുമലായിട്ട് പറയാനേ സാധിക്കുള്ളൂ. ആ പേരുകൾ സമ്മൈത ബിഹി നഫ്സക്. വേറുള്ളവര് നിച്ചംപ്രൂത്തിന്റെ ബുക്കിന്ന് കിട്ടിയതും മറ്റേ ആള് പ്രസംഗിക്കുമ്പോ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് കേട്ടതുമായ പേരനുസരിച്ചല്ല ഞാൻ ദുആ ചെയ്യണത്. സമ്മൈത ബിഹി നഫ്സക്, റബ്ബേ നീ നിനക്ക് നൽകിയ പേരാണ്. നിച്ചംപ്രൂത്തിന്റെ ബുക്കിൽ ഹിരണ്യഗർഭൻ എന്നൊക്കെ പേരുണ്ടാവും. അത് വെച്ചിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരുപാട് വാക്കുകളുണ്ട്. നാദാ ഓരോ വിളിയാണ്. ആ നാദാ എന്ന് വിളിക്കണിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പരപ്പനങ്ങാടി ഉണ്ട് യു കലാനാഥൻ, മൂപ്പരാണോ വിളിക്കണത് തോന്നും. ആ മാതിരി വിളിയാണ്. ഈ വിളിയൊന്നും അള്ളാന്റെ അസ്മാകളിൽ ഒരിക്കലും പാടില്ലാത്തതാണ്. ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആര് കേൾക്കാൻ? ആരോട് ഈ സങ്കടം പറയും? വെള്ളിയാഴ്ച ഒരു ജുമാക്ക് പോയിരിക്കാൻ പറ്റൂല. ഈ ജാതി തമ്പുരാട്ടിനെ വിളി, നാദന്മാരെ വിളി, ഇതുകൊണ്ട് ഒരു രക്ഷയില്ല. ആ വിധാണ് ശരിക്ക്. ഈ ബാബ് ശരിക്കും നിങ്ങൾ വായിച്ചു നോക്കി. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പുതുതായി പറയാന്നറിയും. ഈ ബാബ് ഇതൊക്കെ എന്തുള്ളതാണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ദഅവത്ത് തൗഹീദിനെ കുറിച്ച് ആർക്കെങ്കിലും ഖിലാഫുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവ്യക്തത ഉണ്ടോ? പക്ഷെ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല? കാരണം പിശാച് സമ്മതിക്കൂല. അസ്മാ സുഫാത്ത് എന്നുള്ള ബാബ് എന്ന് പറഞ്ഞാൽ അത്ര സെൻസിറ്റീവായ ബാബാണ്. ആ ഇൽമു ഉയർത്തപ്പെടുക ചെയ്യും. അത് ഉയർത്തപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ, അത് ഏത് വിഭാഗമാണെങ്കിലും, സുന്നിയാണെങ്കിലും മുജാഹിദാണെങ്കിലും ജമാഅത്താണെങ്കിലും തബ്ലീഗാണെങ്കിലും ഒക്കെ കണക്കാണെങ്കിൽ എല്ലാവരും ഇതിൽ ഒരുപോലെ നിരന്നൊഴുകുകയാണ്. അവർക്ക് അള്ളാന്റെ പേരുകളല്ലാത്ത പേരുകൾ വേണം അള്ളാനെ വിളിക്കാൻ. അള്ളാന്റെ പേരുകൾ അവർ അള്ളാന്റെ സൃഷ്ടികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ സ്വഭാവം. അഅ്മശ് പറഞ്ഞു, യുദ്ഖിലൂന ഫീഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളിൽ അവർ കൂട്ടിച്ചേർക്കും. മാ ലൈസ മിൻഹാ, അള്ളാന്റെ അസ്മാകളിൽ പെടാത്ത പേരുകൾ അവർ കൂട്ടിച്ചേർക്കും. ഇപ്പൊ നമ്മളെ മലയാളികൾ കൂട്ടിച്ചേർക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. തമ്പുരാൻ അതിൽപ്പെട്ടതാണ്. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഇല്ലത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാണ് തമ്പുരാന് തമ്പുരാറ്റി എന്ന് പറയാം. ഇപ്പൊ അത് അള്ളാഹ് ചേർത്ത് വിളിക്കുകയാണ്. അത് നമ്മളെങ്ങാണ്ടും പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരായിപ്പോയി. എന്താ ചെയ്യാ? അത് സുബൈരിസമാണ്. അങ്ങോട്ട് പറയും ആളുകൾ. അള്ളാഹ്ക്കുള്ള ഒരു പേരും നമുക്ക് കൂട്ടാൻ പറ്റൂല. അള്ളാന്റെ പേരുകൾ കൃത്യമായി അള്ളാഹ് തന്നെ വിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമിലൂടെ സുന്നത്തിലൂടെയോ പഠിപ്പിച്ചതാണ്. അല്ലാത്തൊരു നാമം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റൂല. ആമച്ച് പറഞ്ഞു കേട്ടല്ലോ, യുദ്ഖിലൂൻ യുൽഹിദൂൻ എന്ന് പറഞ്ഞാൽ, ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കില്ലാത്ത ഒരു പേര്, സൃഷ്ടികളുടെ വകയായിട്ടുള്ളൊരു പേര് അള്ളാഹുവിലേക്ക് ചേർത്താൽ അത് ശിർക്കാണ്. ബാബുൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാ സിഫാത്തുകളുടെ വിഷയത്തിൽ നടക്കുന്ന ശിർക്കാണ്.